പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രേക്ഷിത വാഹിനി നിറയെ സമ്മാനങ്ങളുമായി ഇന്ന് എത്തി നിൽക്കുന്നത് പൈസക്കരി ദൈവമാതാ ഫൊറോന ദേവാലയാങ്കണത്തിലാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ളവരായിരുന്നു ആദ്യ കുടിയേറ്റക്കാർ. അതിൽ ഭൂരിഭാഗവും ക്രൈസ്തവർ തന്നെയായിരുന്നു. ദൈവവിശ്വാസവും ആരാധനയും ബലിയർപ്പിക്കാനുള്ള അന്തർദാഹവുമാണ് അവരെ മുൻപോട്ട് നയിച്ചിരുന്നത്. അത്രയും ദൈവവിശ്വാസമുള്ള ഒരു ഇടവക ജനമാണ് ഇന്ന് നമുക്ക് മുന്നിലിരിക്കുന്നത്. 2 പാർട്ടിസിപ്പൻസ് ആണ് ക്വിസ്റ്റ്യൻമെന്റിൽ ഇനി ബാക്കി നിൽക്കുന്നത്. വളരെ സ്നേഹത്തോടെ ആ 2 പേരെയും പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാം. നാല് പാർട്ടിസിപ്പൻസിൽ തുടങ്ങി അവസാനം 2 പേരായിട്ട് മാറിയിട്ടുണ്ട്. ഒരാൾ പയ്യാവൂര്, മറ്റേ ആൾ പൈസഗിരി. എന്തായാലും ഒരു ഗെയിമിലൂടെ ആയിരിക്കും അടുത്തത് ആരാണ് പ്രേക്ഷിത വാഹിനി കയറാൻ പോകുന്നതെന്ന് ഞങ്ങൾ നിശ്ചയിക്കുന്നത്, അല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ആ ഗെയിം എന്താണെന്ന് കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തേക്കാം. ഇത് വളരെ എളുപ്പമുള്ളൊരു ഗെയിമാണ്. 2 പേർക്കും ഒരേപോലെ പറയാൻ പറ്റും ഉത്തരം. ഗെയിം എന്താണെന്ന് പറയട്ടെ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ആദ്യം പറയുന്നത് ആരാണോ അയാളായിരിക്കും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ അടുത്തായിട്ട് കയറാൻ പോകുന്നത്. തുടങ്ങിയാലോ? എത്ര സെക്കൻഡ്സ് കൊടുക്കണം? ഒരു കാര്യം ചെയ്യാം, കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരാണ് പറയുന്നത് നോക്കാം. അവിടെ തുടങ്ങിയാലോ? ടൈം സ്റ്റാർട്ട്സ് നൗ. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന. ഓക്കെ, അടുത്ത ആൾ പറഞ്ഞോളൂ. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി. കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളിൽ 5 എണ്ണം പറഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനി കയറാൻ പോകുന്നത് ഈ കൊച്ചുമിടുക്കനാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം. ഞാൻ കൊച്ചുമിടുക്കെന്ന് പറഞ്ഞുകൊണ്ടാണോ? ആണെന്ന്. ഭയങ്കര ഇഷ്ടമുള്ള ഓഡിയൻസ് ആണെന്ന് തോന്നുന്നു. പൈസക്കരിയുടെ മുത്തല്ലേ? അങ്ങനെയാണെങ്കിൽ ഏഞ്ചലിന് തിരിച്ച സീറ്റിലേക്ക് മടങ്ങാം. ജോർജിനെ പറ്റി ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? ഒരു പ്രൊഫൈൽ കാണിച്ചു കൊടുക്കാം നമുക്ക്. അതിൽ നിന്ന് അവർ മനസ്സിലാക്കിക്കോളും ജോർജ് ആരാണെന്നൊക്കെ. ഹായ്, എൻ്റെ പേര് ജോർജ് ജോസഫ്. എൻ്റെ വീട്ടുപേര് പെരുമ്പാട്ട്. എൻ്റെ വീട്ടിൽ ചാച്ച, അമ്മ, ചേച്ചി, അനിയത്തി, ഞാൻ ആണുള്ളത്. പിന്നെ ഞങ്ങളുടെ ഗ്രാമം കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പൈസക്കരി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമാണ്. ഞങ്ങളുടെ നാടിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ കർഷകരൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. കൃഷികളും ആയിട്ട് നടക്കുന്നതാണ് ഞങ്ങളുടെ ഗ്രാമവാസികൾ. പിന്നെ തോടും പുഴയും ഒക്കെ ചേർന്ന ഒരു കുന്നിൻ പ്രദേശമാണ് ഞങ്ങളുടെ ഗ്രാമം. ഇടവകയെക്കുറിച്ച് പറയുവാണെങ്കിൽ 1948 ഞങ്ങളുടെ പൈസക്കരി ഇടവക സ്ഥാപിതമായത്. ഇപ്പോൾ ഞങ്ങൾ പ്ലാറ്റിനം ജൂബിലിയാണ് നിലകൊള്ളുന്നത്. മാറി മാറി വരുന്ന ഇടവക വികാരിമാരുടെ മേൽനോട്ടത്തിൽ ഞങ്ങളുടെ ഇടവക ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു.
പ്രൊഫൈൽ കണ്ടു, എന്തൊക്കെയാണല്ലേ പ്രൊഫൈലിൽ ജോർജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്രയൊന്നും അറിഞ്ഞാൽ പോരാ, ഇനിയും അറിയണം. പക്ഷെ അതിനു മുൻപ് നമ്മുടെ ഗെയിമും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷിത വാഹനയിലായിട്ട് കയറിക്കോളൂ. ജോർജ്, റൂൾസ് എല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമ്മുടെ 4 റൗണ്ടുകളിൽ ഏത് റൗണ്ടാണ് ജോർജ് ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാമോ? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ അടങ്ങുന്ന ജെറുസലേം റൗണ്ടാണ് ജോർജ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം കാണാം. കേരളത്തിലെ ആദിമ ക്രൈസ്തവ സഭയുടെ പൊതുഭരണം നിയന്ത്രിച്ചിരുന്നത് ആര്? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. മൽപ്പാന്മാർ, അർക്കദിയാക്കോന്മാർ, സമ്പാളൂർ പാതിരിമാർ, മേൽപ്പട്ടക്കാരൻ. അർക്കദിയാക്കോന്മാർ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്ന ആൻസർ ചെക്ക് ചെയ്താലോ? കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്, നമുക്ക് ആ ചോദ്യം കൂടെ കാണാം. ആർച്ച് ഡീക്കനെ വിളിച്ചിരുന്ന പേര് എന്ത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർച്ച് ഡീക്കനെ വിളിച്ചിരുന്ന പേര് എന്ത്? ഓഡിയൻസിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടോ? ഓഡിയൻസിന്റെ ഹെൽപ്പ് വേണമെന്നാണ് പറയുന്നത്. മുന്നോട്ട് വരാമോ? ഇവരപ്പച്ചൻ വേഗം തന്നെ എണീറ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓടിപ്പോരെ. ജാതിക്ക് കർത്തവ്യൻ. ജാതിക്ക് കർത്തവ്യൻ. ഈ ഉത്തരം ജോർജ് ചൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അതാണോ പഠിച്ചിട്ടുള്ളത്? അതെ. അതെ, ചെറുതായിട്ടൊന്ന് മറന്നു പോയതാണെന്ന് തോന്നുന്നു. ഉത്തരം ശരിയാണോ നോക്കിയാലോ? നോക്കാം. ആൻസർ ചെക്ക് ചെയ്യാം. ആർച്ച് ഡീക്കനെ പണ്ട് വിളിച്ചിരുന്ന പേര് ജാതിക്ക് കർത്തവ്യൻ. ഉത്തരം ശരിയാണ്. നമ്മുടെ ഓഡിയൻസിന്റെ ഹെൽപ്പോട് കൂടി അങ്ങനെ ഈ റൗണ്ടിൽ സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. ജോർജിന്റെ ഒരു റൗണ്ട് അവസാനിച്ചിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കാനായിട്ട് എന്ത് വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അവരൊന്നും പറയുന്നില്ല. അവർക്കായിട്ട് ഒരു ഡാൻസ് പെർഫോം ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല, പക്ഷേ 2 പേര് ഡാൻസ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ആരാന്നറിയൂ? അറിയില്ല. ആരാണെന്ന് അവർക്കങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്. അവർക്കറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ജസ് മരിയ ആൻഡ് ജസ്ലിൻ. വളരെ സ്നേഹത്തോടെ 2 പേരെയും ഡാൻസ് പെർഫോമൻസിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നമ്മെ ലയിപ്പിച്ച് കളയുന്ന ഡാൻസും അതുപോലെ തന്നെ പാട്ടും. അപ്പോൾ നിങ്ങളങ്ങനെ ലയിച്ചിരുന്നോ? നമ്മുടെ ജോർജ് ഇവിടെ അടുത്ത റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ജോർജിന്റെ അടുത്ത ചോദ്യം നോക്കാം. ജോർജ്, 3 റൗണ്ടാണ് ഇനി അവശേഷിക്കുന്നത്. ഏത് റൗണ്ടാണ് അടുത്തായിട്ട് ചൂസ് ചെയ്യുന്നത്? ജെറീക്കോ. വിഷ്വൽ റൗണ്ടായ ജെറീക്കോയാണ് ജോർജ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വീഡിയോ സ്ക്രീനിൽ പ്ലേ ചെയ്യും. വളരെ സൂക്ഷ്മമായിട്ട് ആ വീഡിയോ നിരീക്ഷിക്കുക, കേൾക്കുക. അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കുറിച്ചെടുക്കാനായിട്ട് അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും ഇരിപ്പുണ്ട്. അത് ജോർജിന് ഉപയോഗിക്കാം. ജെറീക്കോ റൗണ്ടിലെ വീഡിയോ കാണാം. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുവാൻ ഇന്ന് സഭയുടെ ആസ്ഥാന കേന്ദ്രമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ, സീറോ മലബാർ മിഷൻ അഥവാ സിം എന്നീ പേരുകളിൽ 2 കാര്യാലയങ്ങൾ പ്രവർത്തിക്കുന്നു. സീറോ മലബാർ സഭാതനയരിൽ പ്രേക്ഷിത അവബോധം ജനിപ്പിക്കുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഭയുടെ പ്രേക്ഷിത മേഖലകളിലെ പ്രവർത്തനങ്ങളെ ജ്വലിപ്പിക്കുന്നതിനും വേണ്ടി കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ പ്രവർത്തിക്കുന്നു. സീറോ മലബാർ മിഷൻ അഥവാ സിം സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ആളും അർത്ഥവും നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിന് 2011 മിഷൻ വർഷാചരണത്തിന് ശേഷം രൂപീകൃതമായ ഡിപ്പാർട്ട്മെന്റാണ്. മാതൃസഭയിൽ നിന്ന് പ്രേക്ഷിത സഹകാരികളെ കണ്ടെത്തി പ്രേക്ഷിത തീഷ്ണത വളർത്തുവാനുതകുന്ന കർമ്മ പരിപാടികൾക്ക് ഈ കമ്മീഷൻ നേതൃത്വം നൽകുന്നു. വീഡിയോ കണ്ടോ? എല്ലാം എഴുതിയെടുത്തു. ഏറെക്കുറെ എഴുതിയെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചോദ്യം നോക്കാം. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുവാൻ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലുള്ള 2 കാര്യാലയങ്ങളുടെ പേര് കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ, സിം. കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ ആൻഡ് സിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ചെക്ക് ചെയ്യട്ടെ. കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ, സീറോ മലബാർ മിഷൻ അഥവാ സിം. ഉത്തരം ശരിയാണ്. നല്ലൊരു കയ്യിലെടുത്തേ. ഈ റൗണ്ടിൽ ഈ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം കൊടുക്കാം. ഈ സമ്മാനമൊക്കെ മേടിക്കുമ്പോഴേ നമ്മുടെ ജോർജിന്റെ മുഖത്തൊരു നിഷ്കളങ്കമായ പുഞ്ചിരത കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ ഇല്ലേ? സന്തോഷം കുറച്ച് കൂട്ടാനായിട്ട് നമുക്കൊരു ഓഡിയൻസ് റൗണ്ട് റെഡിയാക്കിയാലോ? ചോദിച്ചോട്ടെ ചോദ്യം ഇതാണ്. പൈസക്കരിയിൽ ആദ്യമായി കുർബാന അർപ്പിച്ചത് ആരുടെ വീട്ടിലായിരുന്നു? കൈ പൊക്കിയിട്ടുണ്ട്. നമുക്ക് പ്രേക്ഷിതവാഹന്റെ അടുത്തേക്ക് വരാം. പുതിയാറമ്പിൽ കുഞ്ഞാട്ടൻ്റെ വീട്ടിൽ വെച്ച്. നമ്മൾ ആൻസർ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ കയ്യടി വന്നു. ഇനി ഞങ്ങൾ പറയണോ കറക്റ്റ് ആണോ തെറ്റാണോ എന്ന്? ആൻസർ കറക്റ്റ് ആണ്. പുതിയാപ്പറമ്പിൽ കുഞ്ഞിൻ്റെ വീട്ടിൽ. നമുക്ക് ആ സമ്മാനം കൊടുക്കാം. നമ്മുടെ ഓഡിയൻസിന് ഒരു സമ്മാനം കൊണ്ടുപോയി. അടുത്ത സമ്മാനം നമുക്ക് മേടിക്കണ്ടേ? നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത റൗണ്ട് ഏതാണ് സെലക്ട് ചെയ്യുന്നത്? തോമസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണിത്. 2 ഓപ്ഷൻസ് ഉണ്ട്. സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? സെന്റ് തോമസ്. സെന്റ് തോമസ് ആണ് ജോർജ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. തിരുവാങ്കോട് പള്ളി ഇന്നേത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. കർണാടകം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം. തമിഴ്നാട്.
ചെറുതായിട്ടൊന്ന് ആലോചിക്കേണ്ടി വന്നല്ലോ, തെറ്റാണോ? ചെറിയൊരു സംശയമുള്ള പോലെ തമിഴ്നാട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഉറപ്പിക്കട്ടെ? തമിഴ്നാട്. ഉത്തരം ശരിയാണ്. നല്ലൊരു കൈഡി കൊടുത്തേ. എങ്ങാനൊന്ന് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ സമ്മാനം പോയില്ലായിരുന്നോ അല്ലേ? ഉത്തരം കറക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ജോർജ് ഇവിടുന്ന് ശ്വാസമൊക്കെ വിടാം. സന്തോഷായില്ലേ? പക്ഷെ കഴിഞ്ഞില്ല, ഒരു ഡയറക്റ്റ് ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ ചോദ്യം കാണാം. എവിടെ നിന്നാണ് പൗലോസ് ശ്ലീഹ തന്റെ ആദ്യ ലേഖനം എഴുതിയത്? കോറിന്തോസിൽ നിന്ന്. ഉറപ്പാണ്? ഒട്ടും സംശയമില്ലാതെ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. കോറിന്തോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. ചാടി ആൻസർ പറഞ്ഞ് ഇപ്പൊ സമ്മാനം വേണ്ടേ? ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം കൊടുക്കാം. ജോർജ് എന്തായാലും ഇത്രയും സമ്മാനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ജോർജിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ ആരെങ്കിലും? ജോർജിന് വേണ്ടിയിട്ട് ഒരു ദിവ്യകാരുണ്യ ഗീതം കേട്ടാലോ? ആരാ ആ മനോഹരമായിട്ടുള്ള പാട്ടായിട്ട് വരുന്നത്? ഈ പ്രാവശ്യം പൈസക്കരി ദൈവമാതാ ഇടവക ദേവാലയത്തിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച 2 മിടുക്കരാണ് നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യ സംഗീതം ആലപിക്കുന്നതിനായിട്ട് എത്തുന്നത്. എബിൻ, ബെന്നി ആൻഡ് ഏഞ്ചലറ്റ്. വളരെ സ്നേഹത്തോടെ 2 മിടുക്കരെയും പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈഡി കൊടുത്തേ അവർക്ക് വേണ്ടിയിട്ട്. ദിവ്യകാരുണ്യം
ദൂതിനാൽ നിൻ സാക്ഷ്യമാകുവാൻ എൻ ജീവനായി തീരാൻ സ്നേഹരൂപനേ ജീവനായിതാ നിൻ സാക്ഷ്യമാകുവാൻ എൻ ജീവനായി തീരാൻ സ്നേഹരൂപനേ എന്നും നാഥന്റെ സ്വന്തമായി തീർന്നിടണേ ജീവന്റെ ജീവനായി നീ എന്റെ പ്രാണനായി വന്നു വസിച്ചിടണേ ഓ എന്റെ സ്നേഹമേ എന്നുള്ളിൽ വാഴണേ ഒന്നായി തീർന്നിടണേ. ഇനി ബാക്കി നിൽക്കുന്നത് മാർഗം റൗണ്ടാണ്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ 2 വിശുദ്ധരാണെന്ന്. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ ലാസർ ദേവസഹായം. ആരെയാണ് കൂടുതൽ ഇഷ്ടം? വിശുദ്ധ മദർ തെരേസ. വിശുദ്ധ മദർ തെരേസയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കിയാലോ? നോക്കാം. മിഷണറീസ് ഓഫ് ചാരിറ്റി ആരംഭിച്ചത് എന്ന്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മിഷണറീസ് ഓഫ് ചാരിറ്റി ആരംഭിച്ചത് എന്ന്? 1954. 1954 ആണോ? ഓപ്ഷൻസ് ഇല്ല, ഒന്നുകൂടി ആലോചിച്ച്. 1950. 1950. ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയാലോ? നോക്കാം. 1950 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. മിഷണറീസ് ഓഫ് ചാരിറ്റി ആരംഭിച്ചത് 1950 ഒക്ടോബർ 7. മാറ്റി പറഞ്ഞത് നന്നായല്ലേ? ഞെട്ടിയിരിക്കുന്ന ജോർജിന്റെ മുഖം. ആൻസർ കറക്റ്റ് ആണ്. ഇതുവരെ കഴിഞ്ഞ 4 റൗണ്ടിനും ജോർജ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ജനറൽ ചോദ്യം ബാക്കിയുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് ഓഡിയൻസിനൊരു ചോദ്യം വേണ്ടേ? ചോദ്യം ഇതാണ്: പൈസക്കരിയിലെ നിലവിലെ പള്ളി പണി കഴിപ്പിച്ച വൈദികൻ ആരാണ്? ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. പ്രേക്ഷിതവാഹിനിയുടെ അടുത്തേക്ക് പോന്നോളൂ. അബ്രാഹാം പൊരുന്നോലച്ചൻ. ഓഡിയൻസ് എന്താ പറയുന്നേ? കറക്റ്റ് ആണ്. കൈയടിച്ച് സമ്മതിച്ചിട്ടുണ്ട്. ഉത്തരം ശരിയാണോ നോക്കിയാലോ? ആൻസർ കറക്റ്റ് ആണ്. ഫാദർ എബ്രഹാം പൊരുന്നോളിൽ. ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? പേടിക്കണ്ട, അത് ചോദ്യത്തിലില്ല. 1970. കുറേ ഉത്തരങ്ങളല്ല. അവിടെ എന്താ പറഞ്ഞേ? 79 എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ മിടുക്കന്മാര് പറഞ്ഞ ആൻസർ ആണ് കറക്റ്റ്. 1976 പള്ളിപ്പണി ആരംഭിച്ചത് 1976, പള്ളിപ്പണി പൂർത്തിയായത് 1979. രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയുണ്ട്. നമ്മുടെ ചെറുപ്പക്കാര് പള്ളിപ്പണി ആരംഭിച്ചത് പറഞ്ഞപ്പോൾ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പള്ളിപ്പണി കഴിഞ്ഞത് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് സമ്മാനം വേണ്ടേ? ആ സമ്മാനം കൊടുക്കാം. ജോർജിന് ഇനിയൊരു ജനറൽ ക്വസ്റ്റ്യൻ കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ചോദ്യം കണ്ടാലോ? ചോദ്യം ഇതാണ്: പൈസക്കരി ഇടവകയിൽ നിന്ന് ആദ്യമായി തിരുപ്പട്ടം സ്വീകരിച്ച വൈദികൻ. പൈസക്കരി ഇടവകയിൽ നിന്ന് ആദ്യമായി തിരുപ്പട്ടം സ്വീകരിച്ച വൈദികൻ. അറിയില്ല? ശരിക്കും ആലോചിച്ച് നോക്കി. 4 റൗണ്ടിന് ആൻസർ പറഞ്ഞു. ഇത് കൂടി ആൻസർ പറഞ്ഞാൽ മെമന്റോയും കൂടെ നമുക്ക് കൊണ്ടുപോകാം. ശരിക്കും ആലോചിച്ച് നോക്കിക്കേ. ഓഡിയൻസിന് സഹായത്തിന് വിളിച്ചാലോ? നമ്മുടെ ജോർജ് ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ജോർജിന് മെമന്റോ ലഭിക്കുന്നതാണ്. അപ്പൊ അതിനു വേണ്ടി ആരാണ് ജോർജിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്? തീർച്ചയായിട്ടും വരുന്നുണ്ട്. നല്ലൊരു കൈഡി കൊടുത്തേ. ഫ്രാൻസിസ് തേക്കങ്കാട്ടിൽ. ഉറപ്പിക്കാണോ? അത് ഉറപ്പിക്കാം. ആൻസർ കറക്റ്റ് ആണ്. ഫാദർ ഫ്രാൻസിസ് തേക്കങ്കാട്ടിൽ. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഫാദർ ഫ്രാൻസിസ് തേക്കങ്കാട്ടിൽ അന്നേ ദിവസം തിരുപ്പട്ടം സ്വീകരിച്ചു. എന്നാൽ പിറ്റേ ദിവസം ഫാദർ ജോസഫ് കൊരട്ടിപ്പറമ്പിലും തിരുപ്പട്ടം സ്വീകരിച്ചു. ഇവർ 2 പേരും ഒരുമിച്ചാണ് ദിവ്യബലി പിന്നീട് അർപ്പിച്ചത്. ശരിയല്ലേ? നമ്മുടെ ഓഡിയൻസ് തലയാട്ടി. പുതിയ അറിവാണോ? ജോർജ് കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് ഓർമ്മയിൽ വന്നില്ല. അങ്ങനെയാണെങ്കിൽ ജോർജ് ഒരു കാര്യം ചെയ്യും.
മെമൻറ്റോയ്ക്ക് അർഹനായിട്ടുണ്ട് ജോർജ്. അപ്പോൾ ഈ സമ്മാനങ്ങളെല്ലാം എടുത്തിട്ട് പ്രേക്ഷിത വാഹനിൽ ഇറങ്ങിക്കോളൂ. ഇത്രയും സമ്മാനങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ ജോർജിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള പേരൻസും കൂടെ വരികയാണെങ്കിൽ ഇത്രയും സമ്മാനങ്ങൾ കൊണ്ടുപോകാൻ ജോർജിനെ സഹായിക്കായിരുന്നു. നമ്മുടെ ജോർജ് മെമൻറ്റോയും നിറയെ സമ്മാനങ്ങളുമായി ഇതേ പോയിട്ടുണ്ട്. പക്ഷെ ഒരു പാർട്ടിസിപ്പന്റ് കൂടി നമുക്ക് ബാക്കിയുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം നമുക്കായിട്ടുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, അവൻ പറഞ്ഞു വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അവിടുത്തെ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ കർത്താവിലേക്ക് മറ്റൊരാളെ ആകർഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവിടുന്ന് വിളിച്ചവരുടെയും അവിടുത്തെ കണ്ടെത്തിയവരുടെയും ജീവിതം പിന്നെ പഴയതുപോലെയല്ല. നാം അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ മറ്റൊരാൾക്ക് കൂടി നമുക്ക് പങ്കുവെച്ച് നൽകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്താ മിഷൻ ക്രിസ്ത്യൻമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ